എല്ലാവർക്കും നമസ്കാരം. സൃഷ്ടിയുടെ ഈ ഒരു രഹസ്യം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു എളുപ്പമാർഗമാണ് ധ്യാനം. വേറെ ഒരു വഴിയും നമുക്കത് സാധിക്കില്ല. മനസ്സിൻ്റെ 4 ഗുണങ്ങൾ: ചിത്തമായിരിക്കുന്ന ഓർമ്മകളും, അഹങ്കാര മനസ്സും, ഈഗോ മൈൻഡ് സ്റ്റേറ്റും, പിന്നെ ബുദ്ധിയും ഇൻ്റലക്റ്റുമാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു തലങ്ങൾ. അതിൽ തന്നെ 3 ഭാവങ്ങളുമുണ്ട്. രജോ ഗുണവും തമോ ഗുണവും സാത്വിക് ഗുണങ്ങളും ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ പ്രവണതയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. യുക്തി സഹജമായി നമുക്ക് ചിന്തിക്കാൻ മനസ്സിന് ശക്തിയുണ്ട്. അതിന് ഈ ഓർമ്മകൾ നമ്മളെ സഹായിക്കും. ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സ്വയം ഒരു അഹംഭാവം വേണ്ടതാണ്. അതൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഏത് രീതിയിലും നമ്മളിതിനെ നോക്കുമ്പോഴും അതെല്ലാം തന്നെ ആത്മീയ സംസ്കാരത്തിൽ മായ എന്ന് പറയും. ആധുനിക ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്, നമ്മൾ ഈ കാണുന്നത് പോലല്ല സൃഷ്ടിയുടെ യാഥാർത്ഥ്യമെന്ന്. നമ്മൾ എന്തൊന്നിനെ കാണുന്നോ അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് യാഥാർത്ഥ്യമാണെന്ന് തോന്നിയാലും അത് യാഥാർത്ഥ്യമല്ല. ഇത് തന്നെ ആത്മീയ സംസ്കാരം പണ്ടോട്ടേ പറയുന്നുണ്ട്, മായ എന്ന്. കൃഷ്ണനെയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ലീല എന്നൊക്കെ വിളിക്കുന്നത്, ലീല കണ്ണൻ എന്നൊക്കെ. മായ എന്നർത്ഥമാക്കുമ്പോൾ നമുക്കത് റിയലൈസേഷനിലേക്ക് എത്താൻ കുറേ ടൈം എടുക്കും. അതിന് നമ്മുടെ ഇൻ്റലക്റ്റായിട്ടുള്ള ബുദ്ധി അത്രത്തോളം അതിനെ ഗ്രഹിക്കാൻ സഹായിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, എത്ര നമ്മൾ സ്പിരിച്വൽ നോളജ് കേട്ടാലും, എത്ര പുരാണങ്ങളും എത്ര ഭഗവത്ഗീതയും എത്ര ഉപനിഷത്തും ഒക്കെ വായിച്ചാലും നമുക്ക് നോളജാണ് കിട്ടുന്നത്. എപ്പോഴും നോളജ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നോളജ് എപ്പോഴും നമുക്ക് ഉപകാരമാകുന്നത് അത് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ നമുക്കൊരു അവയർനെസ് ഉണ്ടാകും. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വികാരങ്ങളെ അറിയാം. നമ്മൾ ഒറ്റയടിക്കാൻ ചിലർ ആത്മീയ പാതയിലൊക്കെ ഇറങ്ങി വളരെ ജ്ഞാനികളായിരിക്കും, പക്ഷേ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് അവർ ഡൗൺ ആയിപ്പോകും. അതേസമയം നമ്മൾ ധ്യാനത്തിലൂടെ ഒരു വ്യക്തിന് ഒരു ഗ്രന്ഥങ്ങൾ പഠിച്ചില്ലെങ്കിലും, ഒരു ഗുരുവിൻ്റെ അരികിൽ പോയില്ലെങ്കിലും, ഒരു ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിലും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധ്യാനാത്മകം അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേഷനെ ഗ്രഹിക്കാൻ സാധിക്കും. ചില സൃഷ്ടി നമ്മൾ അറിയുന്നത് ഇതൊരു ധ്യാനാത്മകമാണ്, ഇതൊരു ശൂന്യതയാണ്. പണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്വേഷിച്ച് നമ്മൾ എത്തുന്നൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എംപ്റ്റിനെസ് സ്പേസാണ്. ഇത് തന്നെയാണ് ക്രിയേഷൻ. എന്നാൽ ആ സ്പേസിന് ഒരു ഉണർവുണ്ട്, അതിനെ ബോധം എന്നൊക്കെ വിളിക്കും. അതും മായ എന്ന് പറയുമ്പോഴെപ്പോഴും പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും അതിലേർപ്പെട്ടിരിക്കുന്നതാണ്. അതിനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മളിൽ അത് ചേർന്നിരിക്കുമ്പോൾ നമുക്കതിനെ അറിയാൻ പറ്റും. അതുമായിട്ട് കുറച്ച് അകലം പാലിക്കുമ്പോൾ അതാണ് നമ്മൾ അവേക്കിങ്, അവയർനെസ് എന്നൊക്കെ പറയുന്നത്. ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകുമ്പോൾ അവയർനെസ് എപ്പോഴും തന്നെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം നമുക്കറിയാം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കുള്ളിൽ നിന്ന് ഒരു തോന്നലുണ്ടാകും. പക്ഷെ അതെന്നാൽ പോലും സാഹചര്യങ്ങളിൽ നമ്മളതിൽ ഏർപ്പെട്ട് ചെയ്യും. ശരിയോ തെറ്റോ എന്നുള്ള നമ്മുടെ ഹൃദയം പറയാറുണ്ട്, ബുദ്ധി പറഞ്ഞില്ലെങ്കിലും. അപ്പം ആ ഹൃദയം കൂടുതൽ പരമാത്മാവുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബോധോദയത്തിൻ്റെ ഒരു വക്കാവും. ഇപ്പം ഒരു ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തിയിലും അഹംഭാവവും മഹബുദ്ധിയും അദ്ദേഹം തെറ്റിലേക്ക് പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനം പോലും ശരീരമായ കൊണ്ടുള്ളതാണ്. പണ്ട് ശ്രീരാമ പരമഹംസദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യം. അത് നമ്മൾ ധ്യാനത്തിലൂടെ മാത്രം നമ്മൾ റിയലൈസേഷൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇത് അടിസ്ഥാനമാണ്. എല്ലാവരും ആത്മീയ സാധനയും നമ്മൾ കണ്ടെത്തുന്നത് മായയുടെ ഒരു ലീലാവിലാസമാണ്. സൃഷ്ടിയെ നമുക്കൊരിക്കലും ഗ്രഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല. സൃഷ്ടിയെ ഒരിക്കലും നമുക്ക് കൂടുതലായിട്ട് അറിയുവാനോ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം ചെയ്യാനോ പറ്റില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനം അതിൻ്റെ എല്ലാ രീതിയിലും ഇതിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് പഠനം നടത്തി ഒന്നും തന്നെ നമുക്ക് പറഞ്ഞ് വിലയിരുത്താൻ പറ്റില്ല. അതിൽ അലിയാൻ മാത്രമേ സാധിക്കുള്ളൂ, അതിൽ ചേരുവാനേ പറ്റുള്ളൂ. അതിനൊറ്റൊരു വഴിയുള്ളൂ, ധ്യാനം എന്ന് പറയുന്നത്.
നമസ്കാരം.